ഇൻഷാ അല്ലാഹ് പുറപ്പെടും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാസ വ്യത്യാസം ഉണ്ടായാൽ പോലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ 2024 2 ബാച്ച് പുറപ്പെടും. ഏറ്റവും കൂടുതൽ സ്വലാത്തു ചൊല്ലിയവർ നമ്മൾ പരിഗണിക്കും കേട്ടോ, അത് ഉറപ്പ് തന്നെയാണ്. ഈ 2024 കഴിഞ്ഞ് നമുക്ക് അവസരം കിട്ടിയില്ല, 2025 നമ്മൾ തുടങ്ങും ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് ഈ പോകാത്ത സ്വലാത്ത് ചൊല്ലിയ കുറെ ആളുകളല്ലേ, പാവങ്ങൾ, അവരെ നമ്മൾ പരിഗണിക്കും. അത് വേണം. കാരണം ഓരോരുത്തരെ മെസ്സേജ് കാണുമ്പോൾ സങ്കടം തോന്നുകയാ, മദീനയിലേക്ക് പോകാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരി പാവല്ലേ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. തുന്നൽ പണിയെടുക്കുന്ന സഹോദരി, അവർ 2 ദിവസം മുമ്പും പറഞ്ഞിരുന്നു, അല്ലാഹുവേ പഠിച്ചോനെ ഉസ്താദ്, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, ഭർത്താവില്ല, ഉമ്മയില്ല, വാപ്പയില്ല, ആരുമില്ല, മക്കളുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല. വളരെ പാവപ്പെട്ട സഹോദരി ഈ തുന്നുന്ന പരിപാടി, ഡ്രസ്സ് തുന്ന, ഒരു ദിവസം 700-600 രൂപ കിട്ടും, അതുകൊണ്ടാണ് ജീവിതം പോകുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ അതൊക്കെ നിർത്തി, ഇപ്പൊ തുന്നുന്നില്ല. ആ സമയം പോലും സ്വലാത്ത്, എനിക്ക് മുത്തുനബിയെ കാണണം, പുന്നാര തങ്ങളെ മദീനയിൽ പോകണം, അതിന് ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എന്നെ ഒന്ന് പരിഗണിക്കണേ ഉസ്താദേ. എന്തൊരു വാക്കാണത്. മദീനയെ കൊതിച്ചുകൊണ്ട് മദീനയെ കാണാൻ. നിങ്ങൾക്കറിയോ, പോകാത്തവർക്കൊക്കെ അതെങ്ങനെങ്കിലും അവിടെ എത്തണമെന്ന് ആഗ്രഹം, പോകാത്തവർക്ക് ഒരു നോക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമാണ് സത്യം പറഞ്ഞ. പക്ഷേ പൊന്നുമക്കളെ, അവിടെ പോയാലുണ്ടല്ലോ, പോയവർക്ക് പിന്നെയും 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 പോകാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥലം മദീന, 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 മദീന. എത്ര പോയാലും മടുപ്പ് വരുമോ? ഞാൻ പറഞ്ഞല്ലോ, കാണാത്തവർക്ക് ഒരു നോക്ക് കാണാൻ മദീന, കണ്ടവർക്ക് പലതവണ പിന്നെയും പിന്നെയും പോകാൻ, പിന്നെയും കാണാൻ കൊതിക്കുന്നത് മദീനയാണ്. അല്ലാഹുവേ, കണ്ണു നിറയെ പുന്നാര തങ്ങളെ മദീന കാണാൻ ഭാഗ്യം തരണേ റഹ്മാനേ. നബിയേ, ഞങ്ങളെ മദീനയിലേക്ക് വിളിച്ചോളേ നബിയേ. അത്രയും വലിയ സന്തോഷം, എത്ര സങ്കടക്കടലിലാണെങ്കിൽ മദീനയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഒരു സമാധാനമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 10ഓളം ഉംറ ഞാൻ ചെയ്തു, അൽഹംദുലില്ലാഹ്. ആ സമയത്തൊക്കെ അൽഹംദുലില്ലാഹ് എന്തൊരു ആനന്ദമാണെന്നറിയോ. ഓരോ സമയത്ത് മദീനയിൽ പോകുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന ഇരട്ടി സ്വലാത്ത് ഞാൻ ചൊല്ലി മുത്തുനബി മദീനയിൽ സമർപ്പിക്കുന്നുണ്ടല്ലോ. വീണ്ടും വീണ്ടും സന്തോഷത്തോടെ പറയുന്നു, മക്കൾക്കറിയാലോ 100 കോടി സ്വലാത്താണ് ഇപ്രാവശ്യം മദീനയിൽ പോയി നമ്മൾ റഹ്തു സ്വലാത്ത് മജ്ലിസിൽ നാം ഓരോരുത്തരും ചൊല്ലിയ സ്വലാത്ത് മദീനയിൽ സമർപ്പിച്ചത്. വലിയ സന്തോഷമല്ലേ? നമുക്കൊന്നുമില്ല, ഒരു അമലുമില്ലാത്ത പാപികളാ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ എന്നതൊക്കെ അതൊക്കെ പടച്ചോൻ സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷയുള്ളൂ. അതേ സമയത്ത് സ്വലാത്ത് ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയും ചെയ്യും. ആദരവായ തങ്ങൾക്ക് നമ്മളോടൊരു സ്നേഹമുണ്ടാകൂലേ? തങ്ങളെ മുൻപിൽ നമുക്കൊരു ചെറിയ കടുകമണിയെങ്കിൽ അത് ആ ഒരു സ്ഥാനം കിട്ടിയാൽ, പുന്നാര തങ്ങളെ നോട്ടം കിട്ടിയാൽ, മോനെ സ്വലാത്ത് ചൊല്ലുന്ന മോനല്ലേ, സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന മോനല്ലേ, മോളെ സ്വലാത്ത് ചൊല്ലുന്ന മോളല്ലേ, സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന എന്റെ പുന്നാര മോളല്ലേ എന്ന് മുത്തുനബി പറഞ്ഞ പിന്നെ വേറെന്ത് വേണം മുഅ്മിനീങ്ങളെ? അല്ലാഹു
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയിൽ പോയാൽ ഒരു ടെൻഷനുമില്ല, വേറെ ഒരു ലോകവുമായി ബന്ധമില്ല. മുഴുവൻ സമയവും മദീന തന്നെ നമ്മളെ സംരക്ഷിക്കാൻ പുന്നാര തങ്ങൾ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. ഞാൻ ആദ്യമായി മദീനയിൽ പോയ സമയത്തൊക്കെ വലിയ ടെൻഷനായിരുന്നു. പക്ഷേ ആ ടെൻഷനൊക്കെ പമ്പ കടന്നു. കാരണം എങ്ങനെയെന്ന് അറിയില്ല. ഹറമിൽ പോയപ്പോ, മക്കയില് കഅബാലയത്തിൽ പോയപ്പോ ഒരുപാട് തവണ നമുക്കൊക്കെ വഴി തെറ്റിയിട്ടുണ്ട് അല്ലേ? ഒരു 10 വട്ടം പോയി, എന്നാലും ചിലപ്പോ ഒരു വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. അതേ സമയത്ത് മദീനയിൽ പോയാൽ ഒരിക്കലും വഴി തെറ്റൂല, ഒരിക്കലും വഴി തെറ്റൂല. ആദ്യമായി മദീനയിലേക്ക് ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മുടെ അമീറന്മാരുമായി അല്ലെങ്കിൽ നമ്മളും കുടുംബവുമായി നമ്മളുമായി ബന്ധപ്പെട്ടവരുമായി ഇങ്ങനെ പോകുമ്പോ മദീന എന്ന് പറയുമ്പോൾ നമ്മുടെ ഖൽബിലുള്ള ചിന്ത എന്താ? മദീന എന്ന് പറയുമ്പോ നമ്മുടെ ഖൽബിൽ ആദ്യം ഓടി വരുന്നത് ആ പച്ച ഖുബയാ. എന്തൊരു റാഹത്താ പച്ച ഖുബ കാണാൻ, എന്ത് രസമാണത് നോക്കിയിരിക്കാൻ തന്നെ. വല്ലാത്തൊരു രാജാവിന്റെ കൊട്ടാരം മദീന. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അമീറിനോട് ചോദിക്കും, അടുത്തുള്ളവരോട്, ഇവിടെ മദീന എവിടെ? അത് നടക്കുക അവിടെയാണ്, അതാണ് ഒന്നാമത്തെ കവാടം. പച്ച ഖുബ കാണുന്നില്ലല്ലോ. മദീന എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ചിത്രം പച്ച ഖുബയാ. എവിടെ പച്ച ഖുബ? മനസ്സ് കിടന്നിങ്ങനെ എന്താ പറയാ, ഹാർട്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിക്കും. പച്ച ഖുബ കാണാൻ ഖൽബ് ഇങ്ങനെ കൊതിക്കുന്ന ഖൽബ്. എവിടെ? ഇങ്ങനെ നടക്കുമ്പോൾ മദീന എത്തി. 2 അടി നടക്കാനുള്ള, പക്ഷെ പച്ച ഖുബ എവിടെ? ആ ഗേറ്റിലൂടെ നടക്കുമ്പോൾ പച്ച ഖുബ എവിടെ എന്നുള്ളത്. കാരണം നമ്മുടെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. അവിടെ ഇവിടെ തട്ടുന്നതൊന്നും ശ്രദ്ധയില്ല. നമ്മുടെ ചിന്ത ഖുബ എവിടെ? അതല്ലേ മദീന, അതല്ലേ ചെറുപ്പം മുതൽ ഞാൻ പഠിച്ചത്. ഖുബയെ കാണാനുള്ള ഒരു വല്ലാത്ത ഹരം. മദീനയിലൊന്ന് പോയിടണോ, മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതിയെ സലാമ ചൊല്ലിടണോ, പറിച്ചൽ ഖൽബ് നൽകിടണോ. മനസ്സ് തുറന്ന് കരഞ്ഞിടണോ, പതിയെ സലാം ചൊല്ലിടണോ, പറിച്ചൽ ഖൽബ് നൽകിടണോ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ ഖുബ എന്ന് കണ്ടാലുണ്ടല്ലോ ഒരുപക്ഷെ നമ്മൾ തല കറങ്ങി വീഴും, നമ്മുടെ ശരീരം നമുക്ക് കുഴയും. ആ ഒരു മഹബ്ബത്തിന്റെ കാഠിന്യം കൊണ്ട് ശരീരം തളരാൻ തുടങ്ങും, നാവ് കുഴയാൻ തുടങ്ങും. പടച്ചോനെ, എത്ര കാലമായി ആഗ്രഹിക്കും ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരിപ്പാണ് തങ്ങളെ. അവസാനം ഞാൻ മദീനയിലെത്തിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് നമുക്ക് വാക്കുകൾ നമുക്ക് കിട്ടാതെ, വാക്കിലൊക്കെ വിറയിൽ വന്ന് നാവ് കുഴഞ്ഞ് അവിടെ നമ്മൾ ഇരിക്കും. പടച്ചോനെ, മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹബൂബെ കണ്ടാൽ ഞാനങ്ങ് തളരൂ. ചെരിപ്പെടാതെ മദീനയിൽ പോകണോ. അനസ് തങ്ങളെ പോലെ 10 വർഷം പുന്നാര തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത മഹാ, മദീനയിൽ ദർസ് നടത്താൻ ഭാഗ്യം ലഭിച്ച മഹാ, ഒരിക്കൽ പോലും മദീനയിൽ ചെരിപ്പിട്ട് നടന്നിട്ടില്ല. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചെരിപ്പിട്ടെന്ന് കരുതി പ്രശ്നമില്ല. പക്ഷേ കഴിയുമെങ്കിൽ ചെരിപ്പിടാതെ മദീനയിലൂടെ നടക്കണേ. ഞാൻ പറഞ്ഞില്ലേ,
ഞാൻ ഇങ്ങനെ മദീനയിൽ പോയപ്പോ ചെരുപ്പ് ഞാൻ ആ കവാടത്തിന്റെ പുറകുവശത്ത് വെച്ചു. മദീനയിലൂടെ ചെരുപ്പിടാതെ നടക്കുന്നതാണ്. എപ്പോഴൊക്കെ പോയോ അപ്പോഴൊന്നും ഞാൻ ചെരുപ്പ് ധരിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി, പഠിച്ചോനെ ആ ചെരുപ്പിനൊരു കൊതി ഉണ്ടാകൂലേ മദീനയിൽ കടക്കാൻ. അങ്ങനെ ചിന്തിച്ചു പോയി. കാരണം മുത്തുനബിയുടെ മിമ്പർ, പുതിയ മിമ്പർ വന്നപ്പോ പഴയ മിമ്പർ അങ്ങ് മാറ്റി വെച്ചപ്പോ ആ മിമ്പർ വല്ലാതെ തേങ്ങിക്കരഞ്ഞില്ലേ നബിയേ. എന്റെ മുകളിൽ നിന്ന് എന്റെ മേലിൽ ചവിട്ടി നിന്നിട്ടല്ലേ അവിടുന്ന് ഖുതുബ നിർവഹിച്ചത്. എന്നെ മാറ്റി നിർത്തുകയാണോ? മിമ്പർ കരഞ്ഞത് ഓർമ്മ വന്നപ്പോ ഞാൻ ആ ചെരുപ്പ് കയ്യിലങ്ങ് പിടിച്ചിട്ട് മദീനയിലൂടെ അങ്ങ് നടന്നു. ചെരുപ്പ് അതാ ഒരു കവറിൽ എന്റെ ബാഗിൽ, ഹാൻഡ് ബാഗിൽ വെച്ച് ഞാനങ്ങ് നടന്നു. എന്റെ മനസ്സിൽ തോന്നിപ്പോയി ആ ചെരുപ്പിന് സന്തോഷമായിട്ടുണ്ടോ? പുറത്ത് വെച്ചപ്പോ ആ ചെരുപ്പിന് എത്ര വേദനയുണ്ടാകും അത് മനസ്സിലാക്കിയിട്ട് ചെരുപ്പ് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയി. മുഅ്മിനീങ്ങളെ, എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും റഹ്മത്തല്ലേ പുന്നാര റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഖൽബ് ഇങ്ങനെ പടക്കുകയാണ്. ഖുബ്ബയങ്ങ് കാണുമ്പോ എന്തൊരു ആനന്ദമാണ്. ഒരിക്കലും 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 തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ഇടം മദീനയാണ്. പടച്ചോനെ, പുന്നാര പൊരുത്തരണേ റഹ്മാനേ. നബിയേ, മദീനയിൽ വന്നു എത്രയോ തവണ അതപകേട് സംഭവിച്ചിട്ടുണ്ടാകാം. പുറത്തു തരണേ നബിയേ. ഞങ്ങൾ പാവങ്ങളാണ് നബിയേ, മാപ്പ് തന്നോളണേ നബിയേ. രാജാവിന്റെ സമ്മതമില്ലാതെ മദീനയിൽ കടക്കാൻ കഴിയൂല. പക്ഷെ സാധുക്കളായ ഞങ്ങൾക്ക് മുത്തുനബിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തു തരണേ നബിയേ, പുറത്തു തരണേ നബിയേ. ഞാൻ ഈ അടുത്ത അവസാനമായി മദീനയിൽ പോയ സമയം സുബ്ഹാനല്ലാഹ് സുമ്മ വല്ലാഹി അവിടെ നിന്ന് 100 കോടി സ്വലാത്ത് സമർപ്പിച്ച് ലൈവിലൂടെ പച്ചക്കുബ്ബ കാണിച്ച് അവിടെ മജ്ലിസ് നടത്തിയപ്പോൾ മുത്തുനബിയേ, ഇവിടുന്ന് ക്യാമറ ഓൺ ചെയ്യുന്നത് അദബുകേടാണ്. പക്ഷേ ഒരുപാട് പാവങ്ങൾ, ഒരുപാട് സാധുക്കൾ ആ മദീനയൊന്ന് കാണാനും ആ മദീനയുടെ പള്ളിയുടെ ഉൾഭാഗവും മുകൾ ഭാഗവും കാണാൻ ആഗ്രഹിച്ചതുകൊണ്ട് സ്വലാത്തു ചൊല്ലാൻ ഓടി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടുന്ന് ലൈവ് നടത്തുന്നത്. അതല്ലാതൊരു കിബറിനില്ല, അത് അദബില്ലായ്മ കൊണ്ടല്ല, അത് മുത്തുനബി തങ്ങൾക്കറിയാം. പുറത്തു തരണേ അവസാനം ഞാൻ അവിടുന്ന് പോരുന്ന സമയം എല്ലാ കൂടെയുള്ള സഹോദരിമാര്, സഹോദരങ്ങൾ, ഉസ്താദുമാര് എല്ലാവരും പറഞ്ഞു, ഉസ്താദ് നമുക്ക് സലാം പറയണ്ടേ. അവസാനമായി മുത്തുനബിയോട് താൽക്കാലികമായി സലാം പറയണ്ടേ. ഞാനില്ല, ഞാൻ പോയില്ല. എല്ലാവരും പോയി, എല്ലാവരും ഭക്ഷണം കഴിച്ചു, എല്ലാവരും പോകാൻ തയ്യാറായി. ഞാൻ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, അവരെ പിന്നാലെ പോയില്ല. കാരണം അത് അവസാനത്തെ സലാം പറഞ്ഞ് തിരിച്ചു പോവുകയല്ലേ. നമ്മുടെ ബാഗുകളും എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ ബസ് നമ്മളെ ജിദ്ദയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് യാത്ര പറയുന്നത്? പുന്നാര നബിതങ്ങളോട് തിരിച്ചു പോകാൻ ഒരാൾക്കും കഴിയൂല. നെഞ്ചു പൊട്ടിപ്പോ. ഞാൻ അവരെ കൂടെയൊന്നും പോയില്ല. ഞാൻ
ഞാൻ പുറകിലൂടെ നടന്ന് മദീനയിലേക്ക് അങ്ങ് പ്രവേശിച്ചില്ല. ആ ഗേറ്റിന്റെ പിന്നിൽ നിന്നു ആ വൃത്തത്തിലുള്ള ഹോളിലൂടെ പച്ച ഖുബയെ നോക്കിയിട്ട് നബിയേ ഇനിയും നമുക്ക് അവസരമുണ്ടാകുമോ? ഇനിയും കാണാൻ കൊതിക്കുന്ന സ്ഥലം മദീന. ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം, എവിടെയും പോയാൽ കിട്ടാത്ത സന്തോഷം ലഭിക്കും. മനസ്സിന് കുളിർമയേകുന്ന സ്ഥലം മദീന. മദീന നബിയേ, അങ്ങ് ഞങ്ങളെ വിളിച്ചേക്കണേ നബിയേ. മനസ്സില്ല മനസ്സോട് പൊട്ടിക്കരഞ്ഞ് തളർന്ന് കാരണം 5 വക്ത സമയവും ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നത് മുത്തിന്റെ കൊട്ടാരത്തിലേക്കാണ്, പള്ളിയിലേക്കാണ്. 5 ദിവസം അവിടെ നിന്ന് തിരിച്ചു പോരാ കഴിയൂല. സുബ്ഹാനല്ലാഹ്. അമീറന്മാര് വന്ന് ചീത്ത പറയും, കൂടെയുള്ളവർ ചീത്ത പറയുന്നു. എത്രയും പെട്ടെന്ന് വരാൻ ബസ് കാത്തു നിൽക്കുന്നു. ജിദ്ദയിലേക്ക് ഓടിയെത്തണം, 6-7 മണിക്കൂർ ഓടിയെത്തണം. സുബ്ഹാനല്ലാഹ്, എങ്ങനെ പോകാനാ? അവിടെ കിടന്ന് മരിച്ച മതി അല്ലാഹ്. അവിടുന്ന് റൂഹ് പിരിഞ്ഞ ഞാനെന്തൊരു ഭാഗ്യവാനാ. പടച്ചവനെ, ജന്നത്തുൽ ബഖീഅ ഞങ്ങൾക്കൊരു ഇടം തരണേ റഹ്മാനേ. മനസ്സില്ല മനസ്സോട് സലാം പറഞ്ഞ് തിരിച്ചു വരികയാണ്. അതേ, തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. മദീനത്ത് പോകുന്നവരോട് ഒരിക്കലും തന്നെ മദീനയിലേക്ക് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നമ്മുടെ പിൻഭാഗം തിരിഞ്ഞുകൊണ്ട് നിൽക്കരുത്. പിൻഭാഗം തിരിച്ച് നമ്മൾ നിൽക്കരുത്. ഫോട്ടോ എടുക്കുന്നവരുണ്ടാകാം, സന്തോഷത്തിന് ഒരു ഫോട്ടോ എടുക്കുന്നവരാണെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നമ്മുടെ ബാക്ക് ഭാഗം തിരിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കരുതേ. അധപകേടാണ് കേട്ടോ. അവസാന സലാമങ്ങ് പറഞ്ഞു തിരിഞ്ഞ് നമ്മൾ നടക്കൂല. നമ്മൾ റിവേഴ്സ് ഇങ്ങനെ പോകും. കാരണം കുബ്ബ ഇങ്ങനെ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, മനസ്സില്ല മനസ്സോട് പുന്നാര തങ്ങളോട് സലാം പറഞ്ഞു ഇനിയും വിളിക്കണം നബിയേ, ഇനിയും വിളിക്കണം നബിയേ എന്ന് പറഞ്ഞ് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാകാം, വെള്ളം കൊടുക്കുന്നുണ്ടാകാം, എല്ലാവരും സന്തോഷങ്ങൾ പങ്കിടുന്നുണ്ടാകാം. നമുക്ക് കഴിയൂല. മദീനയിൽ നിന്ന് പോവുകയാണ്. ഇനി എപ്പോഴാണ് മദീനയിൽ പോയവർ ഈ മജ്‌ലിസിൽ എത്രയോ ഇല്ല. നിങ്ങൾക്ക് അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. സുബ്ഹാനല്ലാഹ്, വാഹനം മുന്നോട്ട് നോക്കുമ്പോൾ കീറി മുറിക്കുന്ന വേദനയാണ്, ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. അല്പം അങ്ങ് സഞ്ചരിക്കുമ്പോ ഒരു സെന്ററെത്തുമ്പോ അമീർ വിളിച്ചു പറയും, അവസാനമായി താൽക്കാലികമായി ഒന്നുകൂടെ ആ പച്ചക്കുപ്പ കണ്ടോളൂ. ഏത് സീറ്റിന്റെ മുക്കുമൂലയിലാണെങ്കിലും ചാടി എഴുന്നേറ്റ് ഒന്നും കൂടെ ആ പച്ചക്കുപ്പ നോക്കുകയാണ്. ആ കുപ്പയിലേക്ക് നോക്കി നബിയേ, കാരുണ്യത്തിന്റെ നേതാവിനെ ഓർമ്മ വന്നു. നമ്മളെ ഖൽബ് കരയുന്നു. അല്ലാഹ്, ധാരാളം സ്വലാത്തു ചൊല്ലി മദീനയിലണയാ തൗഫീഖ് തരണേ റഹ്മാനേ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നൊരു പാട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ ആ പാട്ട് പാടാറില്ല, ഞാനിപ്പോ ആ പാട്ട് സ്റ്റാറ്റസ് വെക്കാറില്ല.
ആ പാട്ട് എവിടെ നിന്ന് കേട്ടാലും ഞാൻ അവിടുന്ന് മാറിപ്പോകാൻ ശ്രമിക്കാറാണ്. ഇഷ്ടമില്ലായിട്ടല്ല, കാരണം ഞാൻ മദീനയിൽ നിന്ന് വരുമ്പോൾ എന്റെ മനസ്സ് മുഴുവനും മന്ത്രിച്ചത് ആ മദ്ഹാ. പിന്നെ ആ മദ്ഹ കേൾക്കുമ്പോൾ മദീനയെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് ആ പാട്ട് ഇപ്പോ കേൾക്കാറില്ല. അതല്ലാത്തൊരു മദ്ഹ. അനുരാഗി മടങ്ങിടുന്നേ അഭിലാഷമണഞ്ഞിടുന്നേ. അല്ലാത്തൊരു വരിയെ പാടാൻ കിട്ടുന്നില്ല. അതിലടുത്ത വരി, ഒരു നോട്ടം കൂടി കണ്ട് മജ്‌ലിസ് നിർത്തുകയാണ്. രാത്രി മജ്‌ലിസിൽ വരാട്ടോ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.